എൻ്റെ വീഡിയോ കാണുന്ന പല ആൾക്കാരും എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്, ഈ അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റിനെ പറ്റി ഒരു കാര്യമായൊരു വീഡിയോ ചെയ്യണം. പല വീഡിയോകൾ ഹിന്ദിയിലും ഇംഗ്ലീഷിലും മറ്റുള്ള പല ഭാഷകളിലും വരുന്നുണ്ട്, മലയാളത്തിലും വന്നിട്ടുണ്ട്. അപ്പം അതിനെപ്പറ്റി ഇൻ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകുന്ന രീതിയിൽ എങ്ങനെയാണ് അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റ് വർക്ക് ചെയ്യുന്നത്, അപ്പം അതിനെപ്പറ്റിയാണ് വീഡിയോയ്ക്കകത്ത് പറയുന്നത്. ഈ വളരെ റീസെൻ്റ് ആയിട്ട് എങ്ങനെയാണ് അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റ് വർക്കൗട്ട് ചെയ്തത് ഈ ടർക്കി ഗവൺമെൻറ് ഉറുദുഗാനെതിരെ. ട്രംപ് അധികാരത്തിൽ വരുന്നു. ട്രംപിന് മുമ്പ് അധികാരത്തിലിരുന്ന ബൈഡനുമായിട്ട് ഈ ടർക്കി അത്ര വലിയ പ്രശ്നത്തിലൊന്നും ആയിരുന്നില്ല. ഡെമോക്രാറ്റ്സുമായിട്ട് നല്ല ബന്ധത്തിൽ പോകുന്ന ഒരു പ്രസിഡന്റ് ആയിരുന്നു ഉറുദുഗാൻ. അദ്ദേഹം 22 വർഷമായിട്ട് ടർക്കിയുടെ പ്രസിഡന്റാണ്. ബൈഡൻ വരുന്ന സമയത്തിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇതാണ് പോയിന്റ്. ടർക്കി പ്രസിഡന്റ് ഉറുദുഗാൻ 3 പ്രാവശ്യം സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. ഈ ഹമാസുമായിട്ടും മിഡിൽ ഈസ്റ്റ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ടർക്കി ഇസ്രായേലുമായിട്ട് യുദ്ധത്തിന് തയ്യാറാണ്. അപ്പം മനസ്സിലാക്കുക, ആ സ്റ്റേറ്റ്മെന്റ് പുറകെ ഇറാന്റെ സ്റ്റേറ്റ്മെന്റ് വരുന്നു. പിന്നെ ടർക്കി പ്രസിഡന്റ് വീണ്ടും റീട്രിയേറ്റ് ചെയ്യുന്നു. അവിടെ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു, വേണ്ടാത്ത സ്റ്റേറ്റ്മെന്റ് കൊടുക്കരുത്, നിങ്ങൾ നാറ്റോ അലയൻസിൽ പെട്ട രാജ്യമാണ്, അതിൻ്റെ ഫേവറേറ്റ് രാജ്യമാണ് ഇസ്രായേൽ, ഇതേപോലെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ പ്രശ്നമുണ്ടാക്കും എന്നൊക്കെ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ തുർക്കിക്ക് വാൺ ചെയ്യുന്നു. പക്ഷേ വീണ്ടും ടർക്കിഷ് പ്രസിഡന്റ് ഇതേപോലെയുള്ള സ്റ്റേറ്റ്മെന്റ് ഈ ഇസ്രായേലിൽ അവിടെ ജാടിച്ചു വിട്ട ഹമാസിന്റെ ഇൻജുവേർഡ് ആയിട്ടുള്ള പല ഹമാസിന്റെ ഭീകരവാദികൾക്ക് ഏകദേശം 2000-ഓളം പേര് ടർക്കിയിൽ ട്രീറ്റ്മെന്റിലുമാണ്. അവരുടെ ആശുപത്രിയിൽ പ്രത്യേകം ഒരുക്കിയ സംവിധാനത്തിൽ ട്രീറ്റ്മെന്റിലാണ്. മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട അടുത്ത പോയിന്റ് ഉണ്ട്. ഇവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഹമാസിന് സാമ്പത്തികമായിട്ടുള്ള ചെറിയൊരു ബാങ്കിങ്ങും പരിപാടികളുള്ളത് ടർക്കിയിലാണ്, ഇസ്താംബൂളിലാണ്. ഇത് പല ഇന്റർനാഷണൽ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അവരുടെ വരുമാന സ്രോതസ് എന്ന് പറയുന്നത് അവിടെ പണം ഉണ്ടാക്കും, അതിൽ നിന്നും പല വെപ്പൺസ്, ഈ ഫ്രീ ആയിട്ടൊന്നും ആൾക്കാരെങ്ങനെ വെപ്പൺസ് ഫ്രീ ആയിട്ട് പൂർണ്ണമായിട്ട് കൊടുക്കത്തില്ല, ഇത്ര മണി പണം കൊടുത്തിരിക്കണം. അപ്പം അതിനു വേണ്ടിയുള്ള ഓഫീസ്, ഒരു ബാങ്കിങ് ആയിട്ടാണ് അവർ പെരുമാറുക. കാരണം അതിനകത്ത് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ പരിപാടി അതെല്ലാം ടർക്കിഷ് ഗവൺമെന്റാണ് ചെയ്തു കൊടുക്കുക. ഇനി അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. ട്രംപ് അധികാരത്തിൽ വന്നു. സ്റ്റീഫൻ വിറ്റ്കോഫിനെ അമേരിക്കയുടെ സ്പെഷ്യൽ എൻവോയി ആയിട്ട് UAE നിയമിക്കുന്നു. എഗ്രീഡ്. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഉണ്ട്. ഇദ്ദേഹത്തിന്റെ ഓഫീസ് എന്ന് പറയുന്നത് സ്റ്റീഫൻ വിറ്റ്കോഫ് ഏറ്റവും കൂടുതൽ മിഡിൽ ഈസ്റ്റ് ഏഷ്യ പോകുമ്പോൾ അബുദാബിയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. കാരണം അമേരിക്കൻ ഡിപ്ലോമാറ്റ്സും എംബസിയും ഒക്കെ അവിടെ വളരെ ആക്റ്റീവ് ബേസ് ആണ് അവരുടെ. അപ്പോൾ കാരണം UAE ആയിട്ട് അത്ര വലിയ ബന്ധമാണ് അമേരിക്കയ്ക്കുള്ളത്. അപ്പം അതൊരു താവളമാണ്. അതുകൊണ്ട് തന്നെയാണ് പല ചർച്ചകളും അവിടെ വെച്ച് നടത്താമെന്ന് ഇവർ പറയുന്നത്, പല രാജ്യങ്ങളുമായിട്ടും. ചില രാജ്യങ്ങളൊന്നും അമേരിക്കൻ ഡിപ്ലോമസി ഒന്നും കാര്യമായിട്ടില്ലെങ്കിൽ അവിടെ വെച്ച് UAE വെച്ചാണ് അവരുടെ ബേസ് എന്ന് പറയുന്നത്. കാരണം ഖത്തറുമായിട്ട് ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷന് വലിയ ബന്ധമില്ല. അതുകൊണ്ട് അവർ UAE ആണ്. കാരണം അബുദാബി കിങ്ങുമായിട്ട് റൂളറുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ അവിടെ വെച്ചാണ് ഇതേപോലെയുള്ള ഡിസ്കഷൻസും പരിപാടി നിങ്ങൾ കണ്ടു കാണും പലരുമായിട്ട് നടത്തുന്നത്. അവിടുത്തെ AKP പാർട്ടി, അതായത് ടർക്കിഷ് ഗവൺമെന്റ് ഉറുദുഗാന്റെ AKP പാർട്ടി പല ആവർത്തി സ്റ്റേറ്റ്മെന്റ് കൊടുത്തു ടർക്കിഷ് പത്രങ്ങളിൽ. അവിടുത്തെ ഒപ്പോസിഷൻ ലീഡേഴ്സ് സ്ഥിരമായിട്ട് അബുദാബി പോയിട്ട് ഈ പറയുന്ന സ്റ്റീഫൻ വിറ്റ്കോഫുമായി ചർച്ച നടത്തുന്നു. അത് ലീക്കായതാണ് സംഭവം, അത് സത്യമാണ് സംഭവം. അവിടെയാണ് നിങ്ങൾ അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറയുന്ന സംഭവത്തിലോട്ട് പോകേണ്ടത്. കഴിഞ്ഞ 2 മാസം കൊണ്ട് 1-2 മാസം ഞാൻ പറയുമ്പോഴാണ് ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ ഈ ടർക്കിയുടെ ഒപ്പോസിഷൻ ലീഡേഴ്സുമായിട്ട് ഇവര് ബാക്ക്ഡോർ ടോക്സ് സ്റ്റാർട്ട് ചെയ്തു. ഇതിന് പറയുന്നത് ഡിപ്ലോമാറ്റിക് ടോക്സിനേക്കാളും ബാക്ക്ഡോർ ടോക്സ് എന്നാണ് ഇത് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഈ ഉറുദുഗാനെ എങ്ങനെ തളയ്ക്കാൻ പറ്റും, ഇതായിരുന്നു അതിൻ്റെ ഡിസ്കഷൻ. എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. കാരണം ഉറുദുഗാൻ എല്ലാ പരിധിയിൽ ലംഘിച്ചു മുന്നോട്ട് പോകുന്ന അമേരിക്കൻ ഇൻട്രസ്റ്റിനെ അയാൾ പരിഗണിക്കത്തില്ല, എസ്പെഷ്യലി ഇസ്രായേൽ ഇഷ്യൂ. ഉറുദുഗാൻ ഈ പറയുന്ന പോലെ
ഖത്തറുമായിട്ട് കൂടുതലെടുത്ത് മറ്റുള്ള സ്റ്റേറ്റ്മെന്റിന് തുനിയുന്നു. അതേപോലെ ഇറാനുമായിട്ട് എടുക്കുന്നു. അവിടെയുള്ള മിലിറ്റന്റ് ഗ്രൂപ്പിനെ സഹായിക്കുവാൻ വേണ്ടി ഇയാൾ ഇറങ്ങിത്തിരിക്കുന്നു. ഇതാണ് സംഭവം. അപ്പോൾ ഇയാളെ ട്രാപ്പ് ചെയ്യണം. ഇതാണ് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് കളിക്കാൻ പോയത്. അപ്പൊ അവിടെ വെച്ച് ഈ പ്രതിപക്ഷ നേതാക്കളുമായിട്ട് ബന്ധപ്പെട്ടു അവിടെ പല ചർച്ചകൾ നടക്കുന്നു. അതിനകത്ത് ക്യാമ്പസുകളിലും അവിടുത്തെ ചെറുപ്പക്കാരുടെ ഇടയ്ക്കും ഈ അൺഎംപ്ലോയ്മെന്റ് ഇഷ്യൂ, അതായത് ഫ്യൂച്ചർ ഇല്ലാത്തൊരു രീതിയിലാണ് ഈ ഉർദുഗോന്റെ ഭരണം പോകുന്നത്. കാരണം അൺഎംപ്ലോയ്മെന്റ് കൂടി, എക്കണോമിക് സ്ലോ ഡൗൺ ആണ്, അവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റ് പോയി, ലിറയുടെ വാല്യുവേഷൻ വളരെ താപ്പോട്ട് പോയി, പുതിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വരുന്നില്ല. ഇതൊരു ഇഷ്യൂ ആയിട്ട് എടുക്കുകയും പെട്ടെന്ന് ഉർദുഗാൻ പെട്ടെന്ന് അനൗൺസ് ചെയ്യുകയാണ് അയാൾ വീണ്ടും ഇലക്ഷൻ പുതിയ ഇലക്ഷൻ നടത്തുന്നു 28. കാരണം അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ട് ഒരു ടേമും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇയാൾക്ക് മത്സരിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ 2028 മുമ്പ് തന്നെ ആയിട്ട് ഇലക്ഷൻ നടത്തുകയും ഇയാൾ പ്രസിഡന്റായി തെരഞ്ഞെടുക്കാനുള്ള പരിപാടികൾ ആവിഷ്കരിച്ചു കഴിയും. അതിൻ്റെ ആ സമയത്ത് ടർക്കിയിൽ മുഴുവനും സോഷ്യൽ മീഡിയ വഴി ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യും. മനസ്സിലായല്ലോ ഡീപ് സ്റ്റേറ്റ് എന്തുവാണ്? ഇതിലാണ് ബേസിക്കലി ഈ ഉർദുഗാൻ പെട്ടുപോയത്. അതിനിടയ്ക്ക് KKP, അതായത് കർഡിഷ് വർക്കേഴ്സ് പാർട്ടിയുടെ ഇഷ്യൂ വരുന്നു, അവരുമായിട്ട് സീസ് ഫയറിന്റെ ഡീല് വരുന്നു. പക്ഷെ അത് പൂർണ്ണമായിട്ട് നടപ്പിലാക്കാൻ പറ്റുന്നത് അത് ഫ്ലോപ്പായി പോകുന്നു. ആ രാജ്യത്ത് പ്രശ്നമുണ്ടാക്കുന്നു. അപ്പൊ പെട്ടെന്ന് ഈ പറയുന്ന ഉർദുഗാൻ അമേരിക്കൻ ഡിപ്ലോമാറ്റ്സുമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ അയാളുടെ ഒരു വളരെ ആവശ്യമുള്ളൊരു ഡിമാൻഡായിരുന്നു അമേരിക്ക കൊടുത്തിരിക്കുന്ന വെപ്പൺസ്, അതായത് NATO രാജ്യങ്ങളുടെ ഭാഗമായിട്ട് വെപ്പൺസിൻ്റെ അത് ഏറ്റവും പ്രധാനപ്പെട്ടത് F-16, അതേപോലെ F-35. ഇത് രണ്ടും സാങ്ഷൻ ഇമ്പോസ് ചെയ്തു അമേരിക്ക. കാരണം ഉർദുഗാന്റെ ചില നടപടികളെ തുടർന്ന്. അതിൻ്റെ ഏറ്റവും പ്രധാനം ഇയാളോട് പറഞ്ഞത്, കാരണം NATO രാജ്യമാണ്, റഷ്യയുടെ കയ്യിൽ നിന്നും S-400 എന്ന് പറഞ്ഞ ആന്റി എയർക്രാഫ്റ്റ് മിസൈൽ, ആന്റി എയർക്രാഫ്റ്റ് ഡിഫൻസ് സിസ്റ്റം വാങ്ങരുതെന്ന് പറഞ്ഞു. പക്ഷെ അത് തെറ്റിച്ചിട്ട് ഇയാൾ വാങ്ങിയപ്പോഴാണ് അമേരിക്ക ഈ സാങ്ഷൻ ഏർപ്പെടുത്തിയത്. F-35 അതേപോലെ F-16 റിപ്പയർ സംഭവങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ലെന്ന്. അത് പെട്ടെന്ന് ഇയാൾ സംസാരിച്ചു. ഇയാൾക്ക് പേടിയായിപ്പോയി. കാരണം അമേരിക്ക അവിടെ തീരുമാനിച്ച് ഇയാളെ എടുത്ത് മാറ്റാനുള്ള തയ്യാറെടുപ്പായി. കാരണം പ്രതിപക്ഷ പാർട്ടികളങ്ങ് ഇളകി, ഇഷ്യൂ ആയി. പ്രതിപക്ഷം പെട്ടെന്ന് അവരുടെ കാൻഡിഡേറ്റ് ആയിട്ട് ഈ എമഗോളോ എന്ന് പറയുന്ന ഈസ്താംബുൾ മേയറിനെ അപ്പോയിന്റ് ചെയ്യുന്നു. അയാളെ തീരുമാനിക്കുന്നു ഇയാളായിരിക്കും ഇയാൾക്കെതിരെ മത്സരിക്കുന്നത്. പെട്ടെന്ന് ഇയാളെ അറസ്റ്റ്. അപ്പം അതിനൊക്കെ മുമ്പ് മനസ്സിലാക്കുക, ഉർദുഗാനുമായിട്ട് സ്റ്റീഫൻ വിറ്റ്കോഫ് നേരിട്ടല്ല, ബാക്ക്ഡോർ ടോക്സ് നടത്തിയിട്ട് ഈ സാങ്ഷൻ ഇമ്പോസ് ചെയ്തു. ഒന്ന് F-35 അതേപോലെ F-16 സാങ്ഷൻ ഇമ്പോസ് ചെയ്ത് ലിഫ്റ്റ് ചെയ്തു. രണ്ടും തരാമെന്ന് പറഞ്ഞു. അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ചില മറ്റുള്ള നിയന്ത്രണങ്ങളും ലിഫ്റ്റ് ചെയ്തു. പക്ഷെ ഒറ്റ ഡിമാൻഡ് വെച്ചു, ഇസ്രായേൽ കാര്യത്തിലും ഇറാൻ കാര്യത്തിലും ഹമാസ് കാര്യത്തിലും ഇടപെട്ടു പോകരുത്. ഇടപെട്ടാൽ നിന്നെ തൊലയ്ക്കും. ഞാൻ ഈ പറയുന്ന പിടികിട്ടിയോ? അവിടെയും പ്രഷർ ചെയ്തു, ഇവിടെയും പ്രഷർ ചെയ്തു. ഇയാളുടെ ഡിമാൻഡ് അവിടെ പറഞ്ഞു ഈ സംഭവം ചെയ്തു തരാം, പക്ഷേ അവിടെ ഹമാസിന്റെ ഓഫീസ് പ്രവർത്തിക്കാൻ പാടില്ല. ഹമാസിന്റെ പോരാളികൾ എന്ന് പറഞ്ഞ ആൾക്കാരെ തിരിച്ചു വിടരുത്, അവിടെ തന്നെ നിർത്തണം, അവരെ ജയിലിലാക്കണം. നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാക്കണം ഡീപ് സ്റ്റേറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുക. കാരണം അവിടെ പ്രഷറൈസ് ചെയ്തു, ഇവിടെ ടർക്കിയായിട്ട് നേരിട്ട് സംസാരിക്കുന്നു, അവന്റെ ഡിമാൻഡായ F-16 F-35 കൊടുക്കുന്നു. ഇയാളെ അങ്ങ് പൂട്ടി, ഉർദുഗാൻ അങ്ങ് പൂട്ടിപ്പോയി. ഇതാണ് ഈ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ പേരിലാണ് ഈ ട്രംപ് വന്ന ശേഷം നിങ്ങൾ ശ്രദ്ധിച്ച ഉർദുഗാൻ മിണ്ടിയിട്ടേയില്ല. അയാൾക്ക് ഹമാസും വേണ്ട, ഇറാനും വേണ്ട, മിലിറ്റന്റും വേണ്ട, ഹൂത്തികളും വേണ്ട, ഒന്നും വേണ്ട. അയാളുടെ നാട്ടിൽ പ്രശ്നമുണ്ടാക്കി. കാരണം അയാളെ തെറിയിക്കുന്ന രീതിയിലായി. അയാളുടെ ഡിമാൻഡ് പറഞ്ഞ് ഇന്ന് സംഭവങ്ങളൊക്കെ ചെയ്തിരിക്കാം. ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് പിടികിട്ടും എങ്ങനെയാണ് ഡീപ് സ്റ്റേറ്റ് വർക്ക് ചെയ്യുന്നത്. ഇത് പല പത്രങ്ങളിൽ വന്ന റിപ്പോർട്ട് ഈ ഡീപ് സ്റ്റേറ്റിനെ പറ്റി വന്നില്ല. ചില കാര്യങ്ങളൊക്കെ പത്രങ്ങളിൽ വന്ന്, ബാക്കിയുള്ളതൊക്കെ എൻ്റെ ഒരു അസംഷനാണ്. അത് വെച്ചാണ് അനലൈസ് ചെയ്തേക്കുന്നത്. എങ്ങനെയാണ് ഉർദുഗാനെ ഒതുക്കി മൂലക്കിരുത്തി കാണുന്നു. അല്ല, ഇപ്പൊ ഈ വിഷയത്തെ പറ്റി മിണ്ടുന്നേ ഇല്ലല്ലോ, പൂർണ്ണമായിട്ട് സൈലന്റാണ്. കാരണം ഇയാൾ സൈലന്റ് ആക്കാൻ വേണ്ടി ബൈഡൻ നടത്തിയ ശ്രമങ്ങളൊന്നും നടന്നില്ല.
അവിടെയാണ് ട്രംപ് കയറി ഇയാളെ പൊള്ളിച്ച് നാശമാക്കി കൈ കൊടുക്കുക. അവിടെ പ്രശ്നമുണ്ടാക്കി ടർക്കിയിൽ വലിയ ഭയങ്കര പ്രക്ഷോഭം നടക്കുകയാണ് രാത്രിയും പകലുമായിട്ട്. ഇയാളെ മാറ്റണം, ഡിക്റ്റേറ്റർ. കാരണം പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് കൂമ്പാരം പോലെ കയറി വന്നു. ഇതിനിടയ്ക്ക് ഇയാൾ ഈ പൊട്ടത്തരം കാണിച്ച് ഇമോഗോള അതേപോലെ ആൾക്കാരെ അറസ്റ്റ് ചെയ്തു. പോലീസിന്റെ ഭാഗത്തുനിന്ന് തിരിഞ്ഞു, ഇയാളുടെ ഫാമിലി തിരിയുന്നു, ഇയാളുടെ ജന്മദേശം അവിടെ ആൾക്കാർ തിരിയുന്നു. ആളുകൾ മുഴുവൻ ഇയാൾക്കെതിരായി. ന്യൂ ജനറേഷൻ ആൾക്കാർ തിരിയുന്നു. പുതിയ കുട്ടികൾക്കൊന്നും യാതൊരു രാഷ്ട്രീയവുമില്ല, അവരും ഇയാൾക്ക് എതിരെ തിരിയുന്നു. പുതിയ റേറ്റിംഗ് വന്നു കഴിഞ്ഞപ്പം 32% താഴെ മാത്രമേ ഉള്ളൂ ഇയാളുടെ പോപ്പുലാരിറ്റി. അതേപോലെ പ്രതിപക്ഷ നേതാവിന് അത് പ്രസിഡന്റായിട്ട് മത്സരിക്കുന്നത് 44 മുകളിലായി. ഇയാൾ തോക്കുമെന്നുമായി. ഇപ്പോൾ ഏകദേശം പിടികെട്ടിൽ എങ്ങനെയാണ് അമേരിക്ക ഡീപ് സ്റ്റേറ്റ് കളിക്കുന്നത്. അത് ക്ലാസിക് എക്സാമ്പിളാണ്. നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ടർക്കിയിൽ കാണാൻ പറ്റുന്നത്. പിന്നെ അയാൾ വെടിനിർത്തലുമായിട്ട് കർഡിഷ് വർക്കേഴ്സ് അതിനെ അമേരിക് പൊളിച്ചു. ഇതാണ് അമേരിക്ക ലോക പോലീസ് ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഏകദേശ ധാരണ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ട് ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം ഈ യൂട്യൂബ് ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.